ശബരിമല കർമ്മസമിതി കൺവീനർ ശ്രീ SDR കുമാർ ഒപ്പം ചേരുന്നു. ശ്രീ SDR കുമാർ, അങ്ങ് രാവിലെ ഇന്ന് ഞങ്ങൾക്കൊപ്പം ചേർന്നതാണ്, അങ്ങ് പ്രതീക്ഷ പങ്കുവച്ചതുമാണ്. ഈ സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ പുറത്തു വരുമ്പോൾ എന്താണ് ആദ്യ പ്രതികരണം? ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത്, അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ട് വളരെ നല്ല ശക്തമായ നമ്മളൊക്കെ ആഗ്രഹിച്ച പോലെ ഒരു പ്രതികരണമാണ്, ഒരു തീരുമാനങ്ങളാണ് ഇന്ന് സുപ്രീം കോടതിയിൽ വന്നത്. ഞങ്ങൾ സസൂക്ഷ്മം തുടക്കം മുതൽ ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓൺലൈനിൽ. അപ്പൊ അത് എല്ലാ കാര്യങ്ങളും ഇവിടെ നടന്ന ഓരോ കാര്യങ്ങളും നമ്മൾ എടുക്കുമ്പോൾ വളരെ കൃത്യതയോടുകൂടി ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിന് വേണ്ട സാവകാശം നൽകി, എന്നാൽ എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്ത് പോകണം എന്നുള്ളതും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ശക്തമായൊരു തീരുമാനമാണ്. തീർച്ചയായിട്ടും പ്രതീക്ഷ വളരെയധികം വർദ്ധിച്ചു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് യാതൊരു സംശയമില്ല കാര്യത്തില്. പ്രധാനമായിട്ട് ഒന്ന് രണ്ട് കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വരുന്നൊരു സമയമാണ്, നമുക്കൊക്കെ അറിയാം. അപ്പൊ ഈ വരുന്ന ദിവസങ്ങളിൽ ചില ക്രിട്ടിക്കൽ ഡേറ്റ്സ് ആണ് ഇന്നിപ്പോ തീരുമാനത്തിൽ വന്നത്. അത് പ്രധാനമായിട്ട് ഈ റിവ്യൂ പെറ്റീഷനുകൾ അതിനെ ഇപ്പൊ 50-അംഗ ബെഞ്ചിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഞാൻ രാവിലെ പറഞ്ഞാണത് 5-അംഗ ബെഞ്ച് അവരുടെ ഒരു വിധിയിലൂടെ, കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന്റെ ഒരു വിധിയിലൂടെയാണ് 9-അംഗ ബെഞ്ചിലേക്ക് പോയതെന്നും അതെങ്ങനെയാണ് അത് സാധിച്ചതെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോ അതിനെതിരായിട്ട് വന്നെങ്കിൽ അതൊക്കെ തള്ളി 9-അംഗ ബെഞ്ചിന്റെ ഹിയറിംഗ് വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ 5-അംഗ ബെഞ്ച് നമ്മളൊക്കെ നിരന്തരം നമ്മുടെ പെറ്റീഷനിൽ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ ഈ ഹയർ ബെഞ്ച് റെഫർ ചെയ്തെങ്കിൽ അത് ഇതിനെതിരെ പല നീക്കം നടന്നെങ്കിലും ആ 7 കാര്യങ്ങളും 9-അംഗ ബെഞ്ചിന് റെഫർ ചെയ്യുന്നതായിട്ട് ഇന്ന് ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ 7 കാര്യം ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, പിന്നീട് അവസ്ഥ ഞാൻ പറയാം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് ഈ 9-അംഗ ബെഞ്ച് റെഫർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പല വാദങ്ങളും നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ ശക്തി പറയാനും അതിന് വേണ്ട സബ്മിഷൻസ് നടത്താനും അത്തരത്തിൽ ഒരു ശക്തമായ നിലപാട് നമ്മുടെ ക്ഷേത്രങ്ങളുടെ വിഷയത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. രണ്ടാമത് 24 വരെ സമയം കൊടുത്തിട്ടുണ്ട് ഈ അഭിപ്രായം പറയാനായിട്ട്. 9-അംഗ ബെഞ്ചിലേക്ക് ഇനിയും പോകാൻ പോകുന്ന റെഫറൻസുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ്, സബ്മിഷൻസ്, സത്യവാങ്മൂലങ്ങള് ഇതെല്ലാം 24-ാം തീയതി കൊടുക്കണം. അതുകൊണ്ട് കേരള സർക്കാരിനും ദേവസ്വം ബോർഡിനും ഇനി ഒളിച്ചുകളി നടക്കില്ല. ഇപ്പൊ അവര് പല കാര്യങ്ങളും പറയുന്നു, ഇന്ന് തന്നെ അത് കൊടുക്കാമായിരുന്നു, കൊടുത്തില്ല, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ്. അപ്പൊ ഏതായാലും 24 എന്നുള്ള ഒരു കട്ട് ഓഫ് ഡേറ്റ്, മാർച്ച് 24 മുമ്പ് ഒരു നിലപാട് അവർ പറഞ്ഞാൽ മതിയാവും. ഒന്നുകിൽ അവർ പഴയ നിലപാട് നിൽക്കുന്നു എന്ന് നമ്മൾ കാണേണ്ടി വരും, അതല്ലെങ്കിൽ നിലപാട് മാറ്റി എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് 24 ശേഷം അവർക്ക് ഈ വിഷയത്തിൽ ഒളിച്ചു കളിക്കാൻ സമയമില്ല. അപ്പൊ ഇലക്ഷൻ വരുന്ന സമയത്ത് ഇറ്റ്സ് വെരി വെരി ക്രൂഷ്യൽ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൃത്യമായ നിലപാട് എടുത്തേ പറ്റുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അയ്യപ്പ ഭക്തന്മാരെ ഈ വിഷയത്തെ കാണുകയും മാർക്സിസ്റ്റ് പാർട്ടിയുമുള്ള നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അടുത്ത കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഈ കേസ് 9-അംഗ ബെഞ്ചിനെ ഇതിനിടയ്ക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അദ്ദേഹം പറയുന്നുണ്ട്. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ വഴി ചീഫ് ജസ്റ്റിസ് 9-അംഗ ബെഞ്ചിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഹിയറിംഗ് ആരംഭിക്കാൻ പോകുന്നത് April 7 April 7 മുതൽ പിന്നെ 2 ഘട്ടമായിട്ട് അതൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറയാൻ വന്നത്, ഇതെല്ലാം നടക്കുന്നത് കേരളത്തിലെ ഇലക്ഷൻ സമയം ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പില് ഏറ്റവും ചർച്ചാ വിഷയമായി വരാൻ പോകുന്നത് തീർച്ചയായും ശബരിമലയായിരിക്കും. അതുകൊണ്ട് അതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാടെടുക്കണം. അത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, കേരളത്തിലെ മാത്രമല്ല, ഇന്നത്തെ ഈ വിധിയോടുകൂടി അതിന്റെ ലാർജർ ഡയമെൻഷനോടെ വന്നിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ അവസാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഹിന്ദുവിന്റെ വിഷയമായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞത്, നമ്മൾ ഈ വിഷയങ്ങളെ ഹിന്ദുവിന്റെ വിഷയമല്ല, നിങ്ങൾ ഈ പറയുന്ന പോലെ എല്ലാ ജാതി മത വിഭാഗങ്ങൾക്കും അവരുടെ ആചാര പദ്ധതികളുണ്ട്. അത് ചിലർക്ക് പുരുഷന്മാർക്ക് ബുദ്ധിമുട്ട്, ചിലർക്ക് സ്ത്രീകൾ, അതല്ല, ഇത് ആചാരമാണ്. അത് നമ്മുടെ വിഷയം മാത്രം എടുത്ത് എന്തുകൊണ്ടെന്ന് നമ്മൾ അതുകൊണ്ട് പാഴ്സി, ദർഗ, പിന്നെ മോസ്ക് തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളെയും നമ്മൾ ചൂണ്ടിക്കാട്ടി. ഇന്ന് അവരെല്ലാം ഈ കേസിൽ പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് അവരെല്ലാം സ്ട്രഗിൾ ചെയ്യുന്നു. അതുകൊണ്ട് ഓൾ ഇന്ത്യ വിഷയമായിട്ട് ഇന്നത്തെ ജഡ്ജ്മെന്റോട് ഈ വിഷയം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ നമ്മളെ ഒരു കയറെ കെട്ടി ഒരു കുഴിയിലേക്ക് ഇറക്കാൻ ശ്രമിച്ചവര് ഇന്ന് സ്വയം അവർ കുഴിയിലേക്ക് ചാടുന്ന ഘട്ടത്തിലേക്ക് നിൽക്കുന്നു. അതുകൊണ്ട് ഇത് ഓൾ ഇന്ത്യ തലത്തിലേക്ക് ഒരു മാനം എത്തി എന്നുള്ളത് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട വിഷയം. ശ്രീ SDR കുമാർ, അതായത് ഈ ശബരിമല വിഷയങ്ങളിൽ പലപ്പോഴും CPM പ്രതിരോധത്തിലാകുന്നത് നമ്മൾ കണ്ടു. ഒന്ന്, യുവതി പ്രവേശന വിഷയത്തിന് ശേഷം വന്ന തെരഞ്ഞെടുപ്പുകളിൽ CPMന്റെ അവസ്ഥ എന്തായിരുന്നു നമ്മൾ കണ്ടു. ശേഷം സ്വർണ്ണ കവർച്ച കേസ് വന്നു. അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടി ഞങ്ങൾ ഭക്തപ്രിയരാണ് എന്ന് കാണിക്കാൻ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു അടിച്ചുമാറ്റൽ സംഗമം നടത്തി, ആർഭാട സംഗമം നടത്തി, അതിൽ കോടികൾ വെട്ടിച്ചു. അത് ഞങ്ങളാണ് ശരിയെന്ന് പറയാൻ ഗൃഹസമ്പർക്കം നടത്തി. പലയിടത്തും
കടുപ്പത്തിൽ പ്രതികരണം തിരിച്ചു കിട്ടി. അങ്ങനെ അതും പാളി എന്ന് പറയുന്നു. ഇനിയിപ്പോൾ ആളെ പറ്റിക്കാൻ അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് കരുതാം. എനിക്ക് രാവിലെ ഞാൻ പറഞ്ഞതുപോലെ ഈ CPM-ന്റെ ഒരു പോക്ക് സ്വയം നശിക്കാനുള്ളതാണെന്നുള്ളത് നമുക്ക് അടിക്കടി അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ സ്വർണ്ണക്കൊള്ളയിൽ അവര് പ്രമുഖന്മാരായിട്ടുള്ള MLA-മാര് നേതാക്കന്മാരെല്ലാം പെട്ടു. മാത്രമല്ല പാർട്ടിയുടെ ബന്ധം അവരുടെ പേരിൽ ഒരു നടപടി എടുക്കാത്തത് നമുക്ക് വ്യക്തമായി പാർട്ടിയുടെ ഇതിനെ അനുകൂലിക്കുന്നു. അത്തരത്തിലൊരു വലിയൊരു ഊരാക്കുടുക്കിൽപ്പെട്ട് ജനങ്ങളുടെ മുന്നിൽ ഇളിപ്പിരായി നിൽക്കുന്ന ഈ ഒരു പാർട്ടി, അവരുടെ സർക്കാരും ഇവരുടെ പേര് നടപടി എടുത്തില്ല എന്ന് പോട്ടെ, ഈ അയ്യപ്പ സംഗമം നടത്തിയതിനകത്ത് എന്തുമാത്രം കള്ളത്തരങ്ങളാണ് കാണിച്ചത്. എത്രത്തോളം രൂപയുടെ വെട്ടിപ്പ് നടത്തി, കോടതിയുടെ അനുസരിക്കാതുള്ള കാര്യങ്ങൾ നടത്തി, ഈ കണക്ക് തെറ്റിച്ചു, കണക്കില്ല. അപ്പം എവിടുന്ന് എവിടേക്കാണ് പോകുന്നത്? അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മാർക്സിസ്റ്റ് പാർട്ടി സ്വയം ഇല്ലാതെ അവരുടെ സമയം കഴിഞ്ഞു. ഇനി ഈ പാർട്ടിക്ക് ലോകത്തിൽ എങ്ങും ഇല്ലല്ലോ. നമുക്കറിയാം ജനാധിപത്യ രീതിയിൽ ഈ ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ മാത്രമേ ഉള്ളൂ, ലോകത്ത് വേറെ എങ്ങും ഇല്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് അവസാനിക്കേണ്ട കാലഘട്ടമായി. അതുകൊണ്ട് അവരുടെ വിനാശത്തിന്, ഞാൻ പറഞ്ഞല്ലോ വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണ്. അപ്പൊ അവർക്ക് അങ്ങനെയുള്ള ബുദ്ധിയാണ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അവർ വീണ്ടും ഇത്തരത്തില് യുവതി പ്രവേശനം അനുകൂലമാണെന്ന് താത്വികമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് എങ്ങും തൊടാൻ നിൽക്കും. പക്ഷെ അത് അവരുടെ അവസാനത്തിലേക്കുള്ള യാത്രയുടെ ഒരു ആരംഭം അവസാനം ഒന്നിച്ചായിരിക്കും. ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇതെല്ലാത്തിലും ഒരു തീരുമാനമാവും. അതുകൊണ്ട് അവരുടെ നയം മാറുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എന്തെല്ലാം തെറ്റിൽ നിന്ന് ഒരു തെറ്റിൽ നിന്ന് മറ്റു തെറ്റിലേക്ക്, വലിയ തെറ്റിലേക്ക്, ഒരു ഊരാക്കുടുക്കിലേക്ക്, ഒരു പടുകുഴിയിലേക്കാണ് ഇവർ വീണുകൊണ്ടിരിക്കുന്നത്. ആ വീഴ്ച തുടർന്നുകൊണ്ടിരിക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ശ്രീ SJR കുമാർ, മറ്റൊന്ന്, ഈ കേന്ദ്രം കൃത്യമായി നിലപാട് പറയുന്നുണ്ടല്ലോ, വിധി പുനഃപരിശോധിക്കണം, പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നു എന്ന്. അപ്പുറത്ത് നിലപാടില്ലാതെ ഉരുണ്ട് കളിക്കുന്നു, ഒളിച്ചു കളിക്കുന്നു CPM-ഉം സർക്കാരും. അതിന് ഒരു ഡെഡ് ലൈൻ കോടതി കൊടുത്തിരിക്കുകയാണ്. അതവരെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയല്ലേ? തീർച്ചയായിട്ടും, യാതൊരു സംശയമില്ല. അത് ഞാൻ പറഞ്ഞത് ഈ 24-ാം തീയതി മാർച്ച് 24-ന് ഇന്നിപ്പോ അവര് പല കാര്യങ്ങളും പറയുന്നുണ്ട്, വരട്ടെ, കോടതി കൂടട്ടെ, അപ്പം ഞങ്ങൾ പറയാന്നൊക്കെ. പക്ഷെ ആ ഡേറ്റ് 24-ാം തീയതി ശേഷം അവിടെ ഒന്നും പറയാൻ പറ്റില്ല. 24-ാം തീയതിക്കുള്ളിൽ എന്ത് പറയണമെന്നുണ്ടെങ്കിൽ അത് അതിനു മുമ്പ് പറഞ്ഞേ പറ്റുള്ളൂ. അവിടെ എഴുതി കൊടുക്കണമെങ്കിൽ സത്യവാങ്മൂലം, തെളിവ്, വാട്ടെവർ എനി ആർഗ്യുമെന്റ്സ് അതിനു മുമ്പ് കൊടുത്തേ പറ്റുള്ളൂ. അതിനുശേഷം ഒരു ഡേറ്റ് ഇല്ല. അതുകൊണ്ട് മാർച്ച് 24 എന്ന് പറയുന്നത് ഇലക്ഷൻ വളരെ മുമ്പുള്ള സമയമാണ്. ഏതാണ്ട് ആ സമയത്തായിരിക്കും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നതൊക്കെ എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഒരു നിലപാട് എടുക്കേണ്ടി വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഇനി ഒളിച്ചുകളിയുടെ കാര്യമില്ല. അവരുടെ നയം കൃത്യമായിട്ട് വ്യക്തമാകും, അതിന് യാതൊരു സംശയമില്ല. മാത്രമല്ല ഈ വിഷയത്തിൽ അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ വലിയൊരു തിരിച്ചടിയാണ് അവർ നേരിടാൻ പോകുന്നത്. അത് മറ്റൊരു വിഷയങ്ങൾ എനിക്ക് പറയാനുണ്ട്. UDF-ന്റെ വിഷയം നമ്മൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ശബരിമലയെ നമ്മളെ കുഴി ചാടിക്കാൻ ഉദ്ദേശിച്ചപ്പോ അതിന് പിന്നിൽ നിന്ന പലരും ഉണ്ട്. അതായത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞാണ്, റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അത്തരം ആളുകളെ ഇന്ന് അവരെയും കൂടെ ഈ പ്രശ്നത്തിൽ നമ്മൾ കുടുക്കിയിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ഈ നമ്മുടെ നേരെ വെൽ ചൂണ്ടുമ്പം അവരുടെ നേരെ ആരും നമ്മളെപ്പോഴും ഈ ഡിഫെൻസീവ് ആകുന്നത് നമ്മുടെ പൊതുവെ ഹിന്ദുക്കൾക്ക് ഒരു പ്രശ്നം. അത് തുറന്നു പറയാണ്, നമ്മൾ വി ഹാവ് ടു ബി ഒഫെൻസീവ്. നമ്മളെപ്പോഴും മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ്. അല്ല, നമ്മൾ തിരിച്ച് അങ്ങോട്ട് ഒരു ചോദ്യം ഇങ്ങോട്ട് 1000 ചോദ്യം തിരിച്ചു ചോദിക്കുന്ന തരത്തിൽ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ശക്തി വേണം, ഭക്തി മാത്രം പോലെ ശക്തിയും വേണം. അതുകൊണ്ട് ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു സമൂഹമായിട്ട് കേന്ദ്ര ഹിന്ദു സമൂഹം മാറുന്ന ദിവസമാണ് നമ്മൾ രക്ഷപ്പെടുക. ഇതൊരു തുടക്കമാണെന്ന് ഞാൻ പറയുന്നത്. നമ്മൾ അതാണ് ചെയ്തത്. നമ്മളെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ നമ്മൾ 100 കാര്യം തിരിച്ച് ചൂണ്ടിക്കാണിച്ച് അവരെ പ്രശ്നത്തിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ 100% ഒഫെൻസീവായിട്ടൊരു രീതി വേണം. അത് സാമൂഹ്യ വിഷയങ്ങളായാലും ശരി, രാഷ്ട്രീയ വിഷയങ്ങളിലും നിലപാടെടുക്കാൻ. അത് മാത്രമായിരിക്കും നമ്മുടെ ശക്തി. അത്തരത്തിലാണ് നമ്മുടെ ഈ ശബരിമല ഇതുവരെയുള്ള നമ്മുടെ വിജയവും ഇനിയും വരാൻ പോകുന്ന കാര്യങ്ങളിലും നമ്മുടെ നിലപാട് അത് തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് UDF-നും LDF-നും രണ്ടുപേർക്കും ബാധകമാണ്. ഇവരെല്ലാം പല കാര്യങ്ങളും മറച്ചു വെച്ച് നമ്മളെ നിരന്തരം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദേവസ്വം ബോർഡിന്റെ ഭരണം നമുക്കറിയാമല്ലോ, കാലാകാലങ്ങളായിട്ട് ഇവരെല്ലാം ഭരിച്ചിരുന്നത് ഹിന്ദുക്കൾക്ക് വിരുദ്ധമായിട്ടാണ്. ഒരിക്കലും ക്ഷേത്ര ചൈതന്യത്തിന് വേണ്ടിയിട്ടോ ഹിന്ദു സമാജത്തെ രക്ഷപ്പെടുത്താനായിരുന്നില്ല. അവിടെ കൊള്ളയും എല്ലാം നടക്കുന്നുണ്ട്. അവിടെ മാത്രമല്ല, എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട്. അവിടെ തീർച്ചയായിട്ടും ഈ UDF-ഉം ഇതിനൊക്കെ മറുപടി പറയേണ്ട തരത്തിലേക്കാണ് ഇന്ന് ഈ കേസുകളുടെ ഞാൻ അതാണ് പറഞ്ഞത്, അഖിലേന്ത്യാ തലത്തിൽ പല വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി അവരെല്ലാം നമ്മളെ ഒറ്റപ്പെടുത്തുന്നതാണെങ്കിൽ ഇന്ന് അവരുടെ നേരെ നമ്മൾ 100 കണക്കിന് ചരങ്ങൾ ഏതുകൊണ്ടാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഓക്കെ, വളരെ നന്ദി ശ്രീ SJR കുമാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ശബരിമല കർമ്മസമിതിയുടെ ജനറൽ കൺവീനർ SJR കുമാർ പ്രതികരിക്കുകയായിരുന്നു.